മദനിക്ക് ഗുരുതരമായ രോഗങ്ങളൊന്നുമില്ലെന്ന കർണാടക സർക്കാരിന്റെ നിലപാട് തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഉടൻ തന്നെ മണിപ്പാൽ ആസ്പത്രിയിൽ പ്രവേശിപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. അദ്ദേഹത്തെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചതിന്റെയും ആരോഗ്യനിലയുടെയും വിശദാംശങ്ങൾ തിങ്കളാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട കോടതി ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്ന നിലപാടാണ് കൈക്കൊണ്ടത്. മദനിക്ക് ഗുരുതരമായ രോഗങ്ങളൊന്നുമില്ലെന്നായിരുന്നു കർണാടക സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. കോടതിയുടെയും പൊതുജനങ്ങളുടെയും സഹതാപം നേടാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിക്കുന്നതെന്നും കർണാടക ആരോപിച്ചിരുന്നു. ഈ വാദം സുപ്രീം കോടതി തള്ളി. ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് കേരളത്തിൽ സ്വന്തം ചെലവിൽ ചികിത്സ നടത്തുന്നതിന് വേണ്ടി ജാമ്യം അനുവദിക്കണമെന്ന അപേക്ഷയാണ് മദനിയുടെ അഭിഭാഷകർ മുന്നോട്ട് വച്ചത്. എന്നാൽ അടിയന്തരമായി പരിഗണിക്കേണ്ടത് ആരോഗ്യമാണെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിലപാട്. കഴിഞ്ഞ 29-ന് മദനിക്ക് വിദഗ്ധ ചികിത്സ നൽകണമെന്ന് നിർദ്ദേശിച്ചപ്പോഴും ആരോഗ്യം സംബന്ധിച്ച ആശങ്ക സുപ്രീം കോടതി പങ്കുവച്ചിരുന്നു. എന്നാൽ ഏകദേശം 2 മാസത്തിന് ശേഷം മാർച്ച് 15-ന് മാത്രമാണ് അദ്ദേഹത്തെ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ കർണാടക സർക്കാർ തയ്യാറായതെന്ന് മദനിയുടെ അഭിഭാഷകർ ആരോപിച്ചു. അതാകട്ടെ മദനിയെ പരിശോധിക്കുന്ന ഡോക്ടർ അവധിയായിരുന്ന ദിവസമായിരുന്നു. കിടത്തി ചികിത്സ വേണം എന്ന കാര്യം കർണാടക സർക്കാർ പരിഗണിച്ചില്ല. 4 തവണ പരിശോധനയ്ക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ്. മദനിക്ക് വേണ്ടി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലം ആരോപിക്കുന്നു. മീഡിയ 1, ഡൽഹി.